പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടത്. അതുവരെ സമയമുണ്ട്. രാവിലെ പ്രാതലും കഴിഞ്ഞ് കറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ബീച്ചിലേക്ക് പോയി. കൂടെ മറ്റൊരു കുട്ടിയുടെ അമ്മയും ഉണ്ട്. കോഴിക്കോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വൃത്തിയാണ്. സിറ്റി ഫുൾ ക്ലീനായിരുന്നു. ഞങ്ങൾ രാവിലെയാണ് ബീച്ചിലെത്തിയത്. പക്ഷേ അപ്പോഴേക്കും അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. തലേദിവസത്തെ ഒരു ചപ്പ് ചവറുകളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം ക്ലീൻ. അധികം ആർക്കും പരിചയമില്ലാത്ത ഗുദാം ആൻറ്റിക് ആൻഡ് ആർട്ട് ഗാലറിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ബീച്ചിൽ നിൽക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് കണ്ടു. നോക്കിയപ്പോൾ മാധ്യമപ്രവർത്തകരാണ്. കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയ ദഫ്മുട്ട് സംഘത്തിൻ്റെ ഫോട്ടോഷൂട്ടാണ്. അതിനുശേഷം ഗുദാം തപ്പിയുള്ള നടപ്പായിരുന്നു. പുരാതന വസ്തുക്കൾ കാണാനും വാങ്ങാനും താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലം. കൂടാതെ ആർട്ടിസ്റ്റുകളായ കസ്റ്റമേഴ്സിൻ്റെ രചനകൾ അവിടെ പ്രദർശിപ്പിക്കാനും വിൽക്കാനും സൗകര്യമുണ്ട്. അവിടെ കാണാൻ കയറാൻ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. പക്ഷേ ക്യാമറയും ഫോണോ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു 50 റുപ്പീസോ മറ്റോ ആവും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡ് കണ്ടു. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി താൽക്കാലികമായി റെസ്റ്റോറൻറ്റ് നിർത്തിവെച്ചിരിക്കുന്നു. ഇനി എന്ത്? പക്ഷേ അവിടെ കാണാൻ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായില്ല. അത് മുഴുവൻ ആസ്വദിച്ച് കണ്ടു. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം KBCയിൽ കയറി അടിപൊളി ബിരിയാണി കഴിച്ചു. ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം. അത് കുറേയേറെ ഉണ്ട്. എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. എൻ്റെ വീഡിയോകളുടെ പോരായ്മകൾ കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ മുന്നോട്ട് നയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.